ഗുരുവായൂരപ്പന് എന്തുകൊണ്ടാണ് കുന്നിക്കുരു ഇത്രയും പ്രിയമായത് എന്ന് നിങ്ങൾക്കറിയാമോ? 20 വർഷമായിട്ടും കുട്ടികളുണ്ടാകാതെയിരുന്ന കുഞ്ഞുലക്ഷ്മി അമ്മയെ വടക്കീശ്വരത്ത് യതി എന്ന യോഗി അനുഗ്രഹിച്ചു പറഞ്ഞു. അമ്മയ്ക്കൊരു പെൺകുട്ടി ഉണ്ടാകുമെന്നും ആ കുട്ടിക്ക് ഗുരുവായൂരിൽ വെച്ച് ചോറൂണും തുലാഭാരവും നടത്തണമെന്നും അറിയിച്ചു. താമസിയാതെ ആ അമ്മയ്ക്ക് പെൺകുഞ്ഞ് പിറന്നു. വീട്ടിലെ കുന്നിമരത്തിലുണ്ടായ കുന്നിക്കുരുവെല്ലാം ശേഖരിച്ച് തുലാഭാരത്തിനായി ഗുരുവായൂരിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം കടുത്ത പനി ബാധിച്ച് കുഞ്ഞു മരിച്ചു. ദുഃഖം താങ്ങാനാകാതെ ഗുരുവായൂരപ്പനെ വരെ പഴിച്ചു ആ അമ്മ. തുലാഭാരത്തിനായി കരുതി വെച്ച കുന്നിക്കുരു മറ്റാർക്കോ കൊടുത്തു. ഈ സമയത്ത് കുഞ്ഞുലക്ഷ്മി അമ്മയുടെ പിതാവ് തന്റെ രണ്ടാം ഭാര്യയിലുണ്ടായ മകന്റെ കുട്ടിക്ക് ഗുരുവായൂരിൽ ചോറ് കൊടുക്കുന്ന ദിവസം ആനയെ നടയിലിരുത്തി കളഭം കഴിച്ചു. പക്ഷേ വഴിപാട് കഴിഞ്ഞ് വീട്ടിലെത്തിയത് മുതൽ അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. മയക്കത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്നു പറഞ്ഞു, വലിയ വില കൊടുത്ത് ആനയെ നടയിലിരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. നടയിലിരുത്തി ആനയുടെ അടിയിൽ പെട്ടുപോയ കുന്നിക്കുരുവിന്റെ വില അതൊരമ്മയുടെ കണ്ണുനീരാണ്. സ്വന്തം മകളുടെ കുട്ടി മരിച്ചിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാതെ എനിക്ക് ആനയെ തന്നിട്ട് എന്ത് കാര്യം? ഇത് കേട്ട് ഞെട്ടി എണീറ്റ് അദ്ദേഹം ക്ഷേത്രോദിക്കിനെ കണ്ട വിവരം പറഞ്ഞ് മകളെ ചെന്ന് കാണാനും ആശ്വസിപ്പിച്ച് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കാനും പറഞ്ഞു. എന്നാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഓദിക്കിന്റെ രൂപത്തിലെത്തി കാര്യങ്ങൾ അറിയിച്ചു. താമസിക്കാതെ കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. ഗുരുവായൂരപ്പന്റെ മുന്നിൽ കുന്നിക്കുരു കൊണ്ടുവരുന്നവരുടെ സമർപ്പണത്തിന്റെ വില ഭഗവാൻ അറിയാം. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം.